ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നല്ലൊരു കണ്ടന്റുമായി വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് പഠിക്കാൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ 18-ാം വയസ്സിൽ ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിലും വാഹനം ഓടിക്കാൻ അറിയാത്ത അനേകം പേർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഡ്രൈവിംഗ് പഠിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങളെന്താ ഇവിടുന്ന് വണ്ടി എടുക്കാത്ത എന്താണ്? പറയൂ, തുറന്നു പറയൂ. വണ്ടികളുടെ ഇടയിൽ നിന്നും വണ്ടി എടുക്കാൻ ഭയമാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡ്രൈവിംഗ് പരിപാടിയിൽ നമ്മോടൊപ്പം ഒത്തുചേർന്നിരിക്കുന്നു ഇവിടെ. ഓക്കെ അപ്പോൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ പരിപാടി ഇവിടെ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കാൻ എത്തിയിട്ടുള്ളത് ഞാൻ തന്നെയാണ്. അനേകം പേർക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതും അനേകം പേർ ഇപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിമനോഹരമായിരിക്കും. ബസ്സുകളൊക്കെ ചീറിപ്പായുന്ന ഈ റോട്ടിലാണ് ഇന്ന് ഹനിയ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നത്. കണ്ടറിയാം ഗൈസ്, ഇന്ന് എന്ത് സംഭവിക്കും കണ്ടറിയാം. അപ്പോൾ ഞാനാട്ടോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറ വരുന്നു. ക്യാമറ കണ്ടപ്പോൾ സീറ്റ് ബെൽറ്റ് എടുത്തിട്ടിരിക്കുന്നു. സ്റ്റിയറിംഗ് കണ്ട് മടുത്തൂലേ? ഞാൻ കാണിച്ചു തരാം. ഹായ് ഗായ്സ്, കുറേ നാളുകൾ ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മാനത്തമംഗലത്ത് എത്തിയിരിക്കുന്നു. അപ്പോൾ അതാ ഒരാൾ ATM-ലേക്ക് പോവുകയാണ്. ഗുരുദക്ഷിണ വെക്കാനുള്ള പൈസ എടുക്കാൻ വേണ്ടി. ബേബി, അനത്താത്ത ഡ്രൈവിംഗ് പഠിക്കുമോ? അനക്ക് പഠിക്കണോ? അതെന്താ എനിക്ക് പഠിച്ചാല്? ഗൈസ്, ഞാൻ കോമഡി ഉണ്ട്. അതായത് ഫസ്റ്റ് ലൈസൻസ് എടുത്തത് താത്തയാണ്. എങ്ങനെ വെച്ചാൽ 18 വയസ്സ് നോക്കാണല്ലോ ആദ്യമാവുക. അപ്പോൾ ഓള് നേരെ ലൈസൻസിന് അപ്ലൈ ചെയ്തു. ഓള് ലൈസൻസിന് പോയി ഫസ്റ്റത്തെ ട്രൈക്ക് തന്നെ ഓള് പാസ്സായി. പക്ഷെ ഓക്ക് ഇപ്പോഴും വണ്ടി ഓടിക്കാൻ നിൽക്കില്ല. ഞാനാണെങ്കിൽ 7-ാം ക്ലാസ്സിന് ഡ്രൈവിംഗ് തുടങ്ങിയതാണ് ഞാൻ. പക്ഷേ എന്തായി, ഫസ്റ്റത്തിൽ ഞാൻ പൊട്ടി. അതുണ്ടായത്. അപ്പോൾ പിന്നെ എനിക്ക് പെരി കയറാനൊക്കെ ഒരുമാതിരി ചടപ്പായിരുന്നു. ഇനി ഇപ്പോഴാണ് ഓൾ ഡ്രൈവിംഗ് അറിയും, പക്ഷേ എന്താണ് കറക്റ്റ് ഓടിക്കാൻ വയ്ക്കൂല അല്ലേ? അതെ. അപ്പം ഇന്ന് കറക്റ്റ് ഓടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഏതായാലും കാണാം നമുക്ക്. ഓക്കെ, ഇവിടെ മാത്രമേ തിരക്കുണ്ടാവുള്ളൂ. തിരക്കുകളിലൂടെ വണ്ടി ഓടിക്കാൻ പഠിക്കണം, അപ്പോഴുള്ളൂ ഡ്രൈവിംഗ് പഠിക്കും. ഫുൾ ബ്ലോക്ക്. ഈ ബ്ലോക്കിലാണ് ഡ്രൈവിംഗ് പഠിക്കാൻ പോണത്. യെസ്, ഇതിൽ പഠിക്കുമ്പോഴുള്ളൂ ശരിക്കും പഠിക്കാം. ഇത് അവസരം എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ, അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. ഇതൊന്നും അറിയില്ലല്ലേ. അപ്പോ തുടങ്ങാലേ? ആരംഭിക്കലാമല്ലേ? അപ്പൊ അതാ പൈലറ്റ് കോക്പിറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട്. ആദ്യം അത് പറ, ഏതൊക്കെ ഗിയർ, ഏതൊക്കെ ക്ലച്ച്, അതൊക്കെ പറഞ്ഞു. ഞാനേ പോളിടെക്നിക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. എല്ലാം അറിയുന്ന ആളുടെ ഡ്രൈവിംഗ് കാണാം ഗൈസ്. സീറ്റ് ബെൽറ്റ് ഇട്ട് ലോക്ക് ചെയ്തിരിക്കുന്നു. ഞാനും സീറ്റ് ബെൽറ്റ് ഇട്ടെ. എവിടെ പതി? എനക്കെല്ലൊക്കെ അറിയാറുണ്ട്. എടുത്തോടെ കണ്ട് സ്റ്റാർട്ടായി. ന്യൂട്രലാണോ നോക്ക്? ഞാൻ ഓടിക്കാം. തുടങ്ങിക്കോ. എന്താ ആലോചിക്കണ്? അതിന് സ്റ്റാർട്ടാക്കിക്കോ, പതുക്കെ കയറിക്കോ. ഓ, അതിനത് ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ടാക്കിയിരിക്കുന്നു. നീ ഹാൻഡ് ബ്രേക്ക് തത്തിക്കോ. ഓക്കെ, പതുക്കെ കേട്ടോ. ബാക്കിൽ വണ്ടി വരുന്നുണ്ടോ നോക്കിയിട്ട് പതുക്കെ. എങ്ങനെയാണോ? ഞാൻ സ്കൂട്ടി പോയിട്ട് പതുക്കെ എടുത്തോ. വണ്ടികൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും. അടുത്തൊക്കെ വന്നു. അതാ വണ്ടി ഇത് അനങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണമെന്ന്. അപ്പൊ ആക്സിലേറ്ററോ? അത് പിന്നല്ലേ. ഓ, ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് താഴോട്ട് നോക്കരുതെന്ന്. പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിൽ ലെഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ. കണ്ടുപഠിച്ചോ? ഇനി അടുത്ത നിങ്ങൾക്ക് പഠിച്ചാലാണ്. ഓക്കെ, അതാ ഗൈസ്, പെരിന്തൽമണ്ണയിലൂടെ തകർത്ത് അടിക്കൊണ്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോണ് ദിമേ തേർഡ് കിട്ടോ? ആക്സിലേറ്റർ ഒന്നും ഇവിടെ. മുന്നേക്ക്.
ഇപ്പൊ അങ്ങനെ ഉണ്ട്, വണ്ടി സ്മൂത്ത് ആയില്ലേ. ഇതിലിങ്ങനെ പോയാൽ മതി. ഇനി വണ്ടി ഏതെങ്കിലും വണ്ടി മുന്നിലേക്ക് ചാടുമ്പോ എന്തുണ്ടെങ്കിലും ആക്സിലേറ്റർ വന്നിട്ട് കാലെടുത്ത് ഒഴിവായിക്കോളൂ കേട്ടോ. എന്നിട്ട് പതുക്കെ ക്ലച്ച് ചവിട്ടിട്ട് ബ്രേക്ക് ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ നിർത്ത വണ്ടി. നിർത്തി കഴിഞ്ഞിട്ട് ഇജ് പിന്നെ ആലോചിച്ചാൽ മതി ഏത് ഗിയർ കിടണം. ഇതൊക്കെ ഓരോരുത്തരെ മുന്നിൽ ചാടാൻ ആയിക്കളെ. പതുക്കെ പതുക്കെ ഇങ്ങനെ പോയാൽ മതി. എന്താണ് അനുവിന്റെ ഡ്രൈവ് കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പറയൂ, നിങ്ങൾ ഒന്നുകൂടി ഉഷാറാവൂ, പറയൂ. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? അതെ അതെ അതെ. ബേബിക്കോ എന്നാ പഠിച്ചോ? നാളെ മതി. ആയിക്കോട്ടെ. പുറത്ത് കിട്ടുന്ന സമയായില്ലേ? പുറത്ത് കിട്ടോ? ആ ഇപ്പൊ മനസ്സിലായില്ല എങ്ങനെ എനിക്ക് ഗിയർ മാറ്റാന്ന്. റിവേഴ്സിക്ക് ആവില്ല. റിവേഴ്സിക്ക് അങ്ങനെ ചാടൊന്നുമില്ല. റിവേഴ്സിക്ക് ഓടണേൻ്റെ അടുക്ക് ചാടൂല. ചാടിയാൽ ഗിയർ ബോക്സ് പൊളിയും. അപ്പൊ സൗണ്ടൊക്കെ കേൾക്കും. അപ്പൊ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. വണ്ടികളൊക്കെ പോകണം നോക്കട്ടോ. ആൾക്കാരുണ്ടാകുമ്പോൾ ഹോൺ അടിച്ചൊക്കെ കൊടുക്കേ. ഓണി ഇവിടെ തന്നെ ഇങ്ങനെ വരലോണ്ട് നിൽക്കിയാൽ മതി. അതൊക്കെ അങ്ങനെ പോട്ടെ. എല്ലാരും നോക്കണ്ട കേട്ടോ. ഇതായതുകൊണ്ടല്ല, വണ്ടി ഇജ് ഓട്ടണുണ്ടിട്ടേ. ഏതാണ് ഈ പ്രൊഫഷണൽ കണ്ടിട്ട് നോക്കണേ. എല്ലാരും നോക്കുന്നുണ്ട്. ഇതുപോലെ കഴിഞ്ഞ ആഴ്ച കലൂർ ബസ് സ്റ്റാൻഡിനടുത്ത് 1.5 മണിക്കൂർ ട്രാഫിക് ജാം ഉണ്ടാക്കിയത് നീലടാ. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം. നിന്റെ അച്ഛനെ വഴിയാണ് റോഡ്. ഫസ്റ്റ് നിന്റെ കണ്ടപ്പോഴേ ഞാൻ ലാസ്റ്റ് വാണിംഗ് തന്നാണ്. ഈ പാട്ടയും കൊണ്ട് റോഡിലേക്ക് തെണ്ടാൻ ഇറങ്ങരുത്. എന്തിനാ വണ്ടി സ്റ്റാർട്ടാക്കിയ വണ്ടി പിന്നെ സ്റ്റാർട്ടാക്കണത്? അധികം ചൂടാവൊന്നും വേണ്ട. JK കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ. അങ്ങാടിയിൽ നിക്കുക, റോഡിന്റെ നടുവില് വണ്ടി എടുക്ക്. സുന്ദരാ, നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്റെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ സുന്ദരനാ. ഇഷ്ടംപോലെ വണ്ടികളാട്ടോ. എല്ലാരും എന്താണ് എന്താണ് ആയിക്കോട്ടെ. വണ്ടി എടുക്ക. 5 നിമിഷം കൊണ്ടാണ് ഗൈസ് ഡ്രൈവിംഗ് പഠിച്ചെടുത്തത് കേട്ടോ. ഇതാണ് പഠിപ്പിക്കുന്ന ടെക്നിക്കുകൾ, പഠിപ്പിക്കുന്ന ശൈലി, അതൊക്കെയാണ് ഒരാളുടെ ഡ്രൈവിങ്ങിനെ ബാധിക്കുന്നത്. അനാവശ്യമായിട്ട് സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. കുഴി ഒരു ചെറിയ കുഴി ഉണ്ട്, പേടിച്ചാൽ വലിയ കുഴി വന്നാലും ചെയ്യും. പറപ്പിക്കുക 40-50 ഏതാ പോക്ക്. എന്നിട്ട് ആക്സിലേറ്റർ ഇങ്ങനെ തിരിച്ചപ്പോ കാർ ഇങ്ങനെ പോലെ അത് പറ്റും. എന്നൊരു കാര്യം ചെയ്താൽ ആണെങ്കിൽ കാലും പുറത്തേക്ക് ഇട്ടോ, ഡോർ തുറന്നിട്ട് സ്കൂട്ടിനെ വരി. പണ്ട് ഇവിടുന്നാണ് ഇനിയും ഇംതിയാസിനെയും ആദിലിനെയും നാട്ടുകാർ പൊക്കിയത്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് സ്കൂട്ടിമേ പോണത് നടുവിൽ ഇംതിയാസ് ഇരിക്കുക. ഇംതിയാസിന് കുറെ മുടിയുണ്ട്. അതിൽ നാട്ടുകാർ പിടിച്ചിട്ട് രണ്ടാളും ഒരു പൊണ്ണ് എവിടെക്കാടാ പോണേ മലമക്കാർ പിടിച്ചാൽ നിർത്തിയാലും ഇംതിയാസിന്റെ മുഖം കണ്ടേക്കാണ് മനസ്സിലായത് ആണാണ്. ഈ പേടിയത്തെ ആളൊക്കെ സസിയായിട്ട് ചെയ്താ ഇവിടുത്തെ ആള് കുറച്ച് ഇങ്ങനെ കൊടി കുത്തിമല്ല കീഴടക്കുന്നു ഹണിയാക്കി പി. എവറസ്റ്റ് കീഴടക്കിയത് പോലെ കുത്തിമല മാരുതി 800 വെച്ച് കീഴടക്കിയിരിക്കുന്നു. കുത്തിമല കീഴടക്കിയതിനു ശേഷം പോരാളി ഇത് ഇറങ്ങുന്നു ഗൈസ്. എത്ര പൊതളവിടെ കാട്ടിക്കൊടുക്കും. എങ്ങനെ വിട്ട് കാട്ടിക്കൊടുക്കും തുറക്കട്ടെ. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നോ? ഏതാ വൈബ് സെറ്റിലേ. മുട്ടപ്പൊറാട്ട ഗൈസ്. ആ കാണാണ് ദുബായ്. ഇജ്ജ് പോയിട്ടില്ലല്ലോ. ഞങ്ങളൊക്കെ പോയിക്കണേ. ഇജ്ജ് മാത്രമേ ഉള്ളൂ പോകാത്ത. കുഞ്ഞിയും പോയിട്ടില്ല. ഇജ്ജ് കുഞ്ഞാറ്റിങ്ങി പോയിക്കൊണ്ട്. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. അങ്ങനെ ഇതാ കൊടികുത്തി മഴയിൽ സൂര്യൻ അസ്തമിച്ചിരിക്കുകയാണ്. ഞങ്ങള് ചായ കുടിച്ചില്ലേ? ചന്ദ്രേട്ടൻ വന്നോ? എവിടെ ചന്ദ്രൻ?
പെരിന്തൽമണ്ണ ലൈറ്റ് ഒക്കെ കാണാൻ വേണ്ടിട്ടാ, കാണുന്നില്ല. സ്ലിം ബ്യൂട്ടി എന്നാ ഉദ്ദേശിച്ചത്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ ബേബി സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കറിയില്ല. അങ്ങനെ അതാ നമ്മൾ രാത്രിയായി, ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ഇനി അടുത്ത സെഷൻ 2 days കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. എന്താണ് ഇന്നത്തെ ദിവസത്തെ പറ്റി പറയാനുള്ളത്? പറയൂ. അനു ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചില്ലേ? ഇനി അടുത്തത് അനുവിൻ്റെ അപ്പം എങ്ങോട്ടാ പോണത്? ഓക്കെ, അപ്പം നിങ്ങൾ അനുവിൻ്റെ അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് കോഴിക്കോട് പോവാ, അടിപൊളിയാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.